സഫലമി ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷെവലിയർ ശ്രീ CL ജോസ് സാറിന് സ്വാഗതം. സന്തോഷം. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് അഖില കേരള റേഡിയോ നാടകോത്സവം 2ാം ദിവസം. ശോകപക്ഷി. ശ്രീ CL ജോസ് എഴുതിയ നാടകം. കരയാതെ മോളെ, വന്നതൊക്കെ വന്നു. നമുക്കിനി ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. വേണ്ട. വേണം. അത് ചെയ്തേ ഒക്കൂ. എനിക്ക് സമ്മതമല്ല. കാരണം സാറിൻ്റെ സർഗാത്മക രചനകളിൽ വിശുദ്ധ ഗ്രന്ഥം, സുവിശേഷ മൂല്യങ്ങൾ, തിരുവചനങ്ങൾ, ബൈബിളിലെ ഇതിവൃത്തങ്ങൾ, ഇവയൊക്കെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ബൈബിൾ ആശയങ്ങളുടെ അക്ഷയഖനിയാണ്. നമ്മൾ ബൈബിളിനെ ആശ്രയിച്ച് ചെല്ലുമ്പോൾ, ഒരു നാടകൃത്ത് പ്രത്യേകിച്ച് ചെല്ലുമ്പോൾ, ആ നാടകൃത്തിനെ കണ്ടെടുക്കാൻ ഒരുപാട് ഇതിവൃത്തങ്ങൾ അതിൽ മൂടിക്കിടക്കുന്നുണ്ട്. അതിൽ ഓരോ വാക്യങ്ങളും വേണമെങ്കിൽ നാടകമാക്കാവുന്നതാണ്. എൻ്റെ ഓരോ നാടകങ്ങളുടെ പിന്നിലും അറിഞ്ഞോ അറിയാതെയോ ഒരു ബൈബിൾ വാക്യം കാണും. നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്. നീ അളക്കുന്നു, നിനക്ക് അളക്കപ്പെടും. നിൻ്റെ പ്രവൃത്തികൾ നിന്നെ തന്നെ വേട്ടയാടും. സന്മനസ്സുള്ളവർക്ക് സമാധാനം, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇതുപോലെ 100 കണക്കിന് വചനങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നാടകൃത്ത് എന്നുള്ള നിലയിൽ സമൂഹത്തോട് ഒരു എഴുത്തുകാരന് പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ എൻ്റെ സമൂഹത്തിലെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ, ആത്മീയമായി അവരെ ഉയർത്താൻ, ധാർമ്മികമായി അവരെ വളർത്താൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗം ബൈബിളിനോട് ആസ്പദമാക്കിയുള്ള ഈ ചിന്തകൾ എൻ്റെ നാടകത്തിലൂടെ വരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ നാടകരചനയിൽ മറ്റാരും ഞാൻ അനുകരിക്കാറില്ല. അയാൾ എങ്ങനെ ചെയ്യുന്നു ഞാൻ നോക്കാറില്ല. എൻ്റെ മാർഗം എനിക്കുള്ളത്. ഞാൻ എൻ്റേതായ ശൈലിയിൽ, എൻ്റേതായ രീതിയിൽ ഞാൻ എഴുതുന്നു. ഞാൻ കാണുന്നത് എൻ്റെ മുമ്പിലുള്ള ജനങ്ങളെയാണ്, പ്രേക്ഷകരെയാണ്. നിരൂപകന്മാരെയോ ബുദ്ധിജീവികളെയല്ല ഞാൻ നാടകം കാണുന്നത്. എൻ്റെ നാടകം കാണാൻ വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ ക്രിസ്ത്യാനികളല്ല. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ചിന്താഗതികൾക്കാർ, വിവിധ സ്വഭാവക്കാർ, അവരെല്ലാവരും ഏകോപിച്ച് ഒരു സദസ്സായി വന്നിരിക്കുകയാണ്. അവിടെ 100 പേരുണ്ടെങ്കിൽ 101 മനസ്സുകളാണ്. അവരുടെ മുമ്പിലാണ് നമ്മൾ നാടകം അവതരിപ്പിക്കുന്നത്. അവർ നാടകം കാണാൻ വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരർത്ഥത്തിൽ ശൂന്യമാണ്. ഇവിടെ നമ്മുടെ കലാസമിതിയിൽ നാടകം നടക്കുന്നു, നമുക്കൊന്ന് പോയി കാണാം. കുറച്ച് നേരം പോക്ക്, കുറച്ച് നേരം ആഹ്ലാദം, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ 100 കൂട്ടം പണികളുള്ള മനുഷ്യൻ, ജോലി തിരക്കുള്ള മനുഷ്യൻ അല്പം ആഹ്ലാദത്തിനും നേരം പോക്കിനും വേണ്ടി വരുന്നു. അങ്ങനെ അസംസ്കൃതമായ ഒരു പ്രേക്ഷക സമൂഹത്തെയാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്.
അവർ നാടകത്തെക്കുറിച്ച് ആരെഴുതിയ നാടകമാണ് എന്നാൽ പോയി കണ്ടു കളയാമെന്നല്ല. അവർ വരുമ്പോൾ ഒരു നാടകമാണ് അവിടെ അനൗൺസ് ചെയ്യുന്നു, CL ജോസ് എഴുതിയ എൻ്റെ നാടകം. അവർ നാടകത്തിൻ്റെ ഉള്ളടക്കം അവർക്കറിയില്ല. എന്തിനാണ് ഈ നാടകം എഴുതുന്നതെന്ന് അവർക്കറിയില്ല. നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിലെ ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് പകരുന്നു, അവരുടെ ഹൃദയത്തിൽ ചലനമുണ്ടാകുന്നു. ഞാൻ കൊടുക്കുന്ന ആ പ്രകാശം അവരുടെ മനസ്സിലേക്ക് പ്രസരിക്കുന്നു. ആ പ്രസരണം അവരെ മൂല്യപരമായിട്ട്, ദൈവികമായിട്ട്, ധാർമ്മികമായിട്ട് ഒക്കെ വളർത്തുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സ് ശൂന്യമായിട്ടാണ് അവർ വരുന്നത്. നാടകം ശൂന്യമായ മനസ്സോടു കൂടി, ഒഴിഞ്ഞ ചിന്താഗതിയോടുകൂടി വരുന്നത്. അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പല ജീവിതങ്ങളെ കാഴ്ചവെച്ചിട്ടുണ്ടാവും. ആ ജീവിതങ്ങളിലുണ്ടായിരുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ, ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണല്ലോ, ഇത് എൻ്റെ അയൽവക്കത്തുണ്ടായതാണല്ലോ, ഓ എന്ത് കഷ്ടമാണിത്, അങ്ങനെ ചർച്ച ചെയ്ത് പോകത്തക്ക രീതിയിലാണ് ഞാൻ നാടകങ്ങൾ എഴുതുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു ചിട്ടി കമ്പനിയാണ് ചെയ്തിരുന്നത്. 60 വയസ്സ് വരെ അവിടെ ജോലി ചെയ്തു. 60 വയസ്സിന് ശേഷവും ഞാൻ നാടകം എഴുതുന്നു. അന്നും നാടകം എഴുതിക്കൊണ്ടിരുന്നു. CL ജോസ് തൻ്റെ 82-ാം വയസ്സിലും ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെ തന്നെയാണ് തൻ്റെ കർമ്മമണ്ഡലത്തെ സമീപിക്കുന്നത്. തന്നെ എപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മുഖ്യ ഘടകം ഓരോ നാടകരചനയിലും അതിൻ്റെ ഇതിവൃത്തം അല്ലെങ്കിൽ കഥാതന്തു എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എല്ലാം ജീവിതാനുഭവങ്ങളാണോ? അല്ല എന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ജീവിതാനുഭവങ്ങൾ നാടകരചനയിലെ ഒരു ചെറിയ ഘടകം മാത്രമേ ആകുന്നുള്ളൂ. പിന്നെ എവിടുന്ന് എന്ന ചോദ്യം പലരിലും ഉടലെടുക്കുമ്പോൾ ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ആ നിലയ്ക്കാത്തുറവിടം ദൈവത്തിൽ നിന്നാണെന്നാണ്. അത് വ്യക്തമായി മനസ്സിലാക്കിയ ഇദ്ദേഹം ആ പ്രേരകശക്തിക്ക് പിന്നാലെ അതിയായ ദാഹത്തോടെ ദിനവും സമീപിച്ചു. തൽഫലമായി ഈ 82-ാം വയസ്സിലും CL ജോസിന് തൻ്റെ നാടകത്തിലൂടെ ക്രിസ്തുവിനെ നൽകാനാകുന്നു. കലയിലൂടെയാണ് ഞാൻ എൻ്റെ മണവാളനായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇന്നും ഞാൻ കലയെ അധികം സ്നേഹിക്കുകയും എന്നും ആ കലയിലൂടെ തന്നെ ജീവിക്കുകയും ആ കല മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. യേശുവിനോടുള്ള ആ സംസർഗവും ആ ആത്മാർത്ഥതയും ആ ജീവിതവും എല്ലാം കലയിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലും ഈ കലയെ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്നു. 8-ാം ക്ലാസ് മുതൽ തുടങ്ങിയ ആ കലാജീവിതം ഇന്നും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഞാൻ പകർന്നു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൈവം എനിക്ക് ഇന്നും അതിനുള്ള കഴിവ് തന്നിരിക്കുകയാണ്. കുട്ടികളെ പഠിപ്പിക്കുവാനും ആ രീതിയിൽ കലാപരമായി അവരെ വളർത്തിക്കൊണ്ടുവരുവാനും. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവരുടെ മനസ്സിലൊന്നും തങ്ങി നിൽക്കാറില്ല. പക്ഷേ കലയിലൂടെയാണ് അത് പകർന്നു കൊടുക്കുന്നത് എങ്കിൽ അവർക്ക് അത് എന്നും നിലനിൽക്കും. അവർ തന്നെ ആ ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കേൾക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കാൻ ഈ കലയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഈ കലാമാധ്യമങ്ങൾ നമുക്ക് ഉപകരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. ഇന്നും ഈ കലയിലൂടെ തന്നെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഏറ്റവും എന്നെ സഹായിക്കുന്നത് ഈ കോൺഗ്രിഗേഷൻ തന്നെയാണ്. ഈ കോൺഗ്രിഗേഷനിലെ മദർ ജനറൽ റെക്സിയ മേരിയെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. മദർ എനിക്ക് എപ്പോഴും താങ്ങും തണലുമാണ്. കലാപരമായ ജീവിതത്തിന് എല്ലാ പ്രോത്സാഹനവും മദർ എന്നും തന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ നാടകങ്ങളൊക്കെ ഇങ്ങനെ എഴുതുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പൈതൃകം അനുസരിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ,
അവരെ നന്മയിലേക്ക്, നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ എന്ത് മാർഗം? നാടകം ഒരു മാധ്യമമായി സ്വീകരിച്ചു. അപ്പോൾ ആ നാടകത്തിലൂടെ ഞാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. ഒരു കാര്യമുണ്ട്, ഞാൻ ബൈബിളൊക്കെ വായിച്ചപ്പോൾ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് സെൻറ്റൻസ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ഞാനത് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു, എനിക്കെങ്ങനെ സാധിക്കും ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാൻ? അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഒഴിവുള്ള സമയത്ത് പാതിരാത്രിയുടെ ആ നിശബ്ദതയിൽ ഇരുന്നുകൊണ്ട് നാടകം രചിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, യേശു പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ലോകം മുഴുവൻ എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പം ലോകം മുഴുവൻ എൻ്റെ നാടകം എത്തത്തക്ക രീതിയിൽ ഞാൻ എൻ്റെ രാത്രി നിശബ്ദതയിൽ ഞാൻ ഇരുന്ന് നാടകം എഴുതിക്കൊണ്ടിരുന്നു. യേശു പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ നാടകങ്ങളിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, അങ്ങനെ എല്ലാ നല്ല മൂല്യങ്ങളും ഏതെല്ലാ നാടകങ്ങളിലൊക്കെ ഞാൻ ഏകാംഗങ്ങളായാലും റേഡിയോ നാടകങ്ങളായാലും ഫുൾ ലെങ്ത് നാടകങ്ങളായാലും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാക്കോ വരിയോ ക്രൈസ്തവ വിരുദ്ധമായോ മൂല്യവിരുദ്ധമായോ എഴുതിയിട്ടില്ല. എന്നിട്ടും ദൈവം എന്നെ ഇവിടെ വരെ എത്തിച്ചു. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എന്നെ ദൈവം വളർത്തിയിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിക്കാണും, ഞാനൊക്കെ നാട്ടിലാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു അംശമാണല്ലോ ജോസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നാനാഭാഗത്ത് അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും നാടകങ്ങളും അവിടെ കണ്ടു. അപ്പോൾ ഓരോ അന്യനാടുകളിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നെ ക്ഷണിച്ച് അവർ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ഷണിച്ച് ഞാൻ അവിടെ പോയപ്പോഴൊക്കെ അവിടെ എൻ്റെ അനുഭവങ്ങൾ, അവർ നാട്ടിലായിരുന്ന കാലത്ത് മലയാളികൾ എൻ്റെ നാടകങ്ങൾ അഭിനയിച്ചവർ, എൻ്റെ നാടകങ്ങൾ സംവിധാനം ചെയ്തവർ, ആ നാടകത്തിൽ പ്രോംപ്റ്റ് ചെയ്തവർ, അങ്ങനെ പല രീതിയിലും സേവനം ചെയ്തിട്ടുള്ളവരാണ് അവിടെ വലിയൊരിത്. ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷനാണ് എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്. ആദ്യം തന്നെ കുവൈറ്റിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ജോസ് സാറാണോ? അതെ, ഇത് കുവൈറ്റിൽ നിന്നാണ്, നവതാര തിയേറ്റേഴ്സിൻ്റെ ജോസഫ് സെക്രട്ടറിയാണ് വിളിക്കുന്നത്. ഓ, എന്താ വിശേഷം? സാറ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു നാടകം എഴുതിയിട്ടുള്ള മേഘധ്വനി. ഓ, അത് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഓ, സന്തോഷം. ഫോൺ വയ്ക്കാൻ പറ്റട്ടെ, സാറ് ഞങ്ങളൊന്ന് ക്ഷണിച്ച് അങ്ങോട്ട് വരാൻ പറ്റുമോ? ആ നാടകം ഒന്ന് സംവിധാനം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഫോൺ വെച്ചില്ലെങ്കിലും വിരോധമില്ല എന്നായി. പിന്നെ ശരി, സന്തോഷം, വരാം, വിരോധമില്ല. അത് സാറിന് പാസ്പോർട്ടുണ്ടോ? പാസ്പോർട്ടൊക്കെ ഉണ്ട്. പാസ്പോർട്ട് ഞാനും വൈഫ് എടുത്ത് വെച്ചിട്ട് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. വൈഫിന് പോരാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ വിളിച്ചാൽ വരും. എന്നാൽ സാറൊരു കാര്യം ചെയ്യേ, സാറിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് ഫാക്സിലയക്കി. ഞാൻ അയച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ സോറി, ഇവിടെ കുവൈറ്റിൽ ഇൻവേഷൻ കഴിഞ്ഞ സമയത്ത് ആയതുകൊണ്ട് ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്നില്ല. അപ്പോൾ വൈഫിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. വിരോധമില്ല സാർ. അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളുടെ അവിടേക്ക് വരും? ഞങ്ങൾ സാറിനെ ബിസിനസ് വിസയമേ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓ, വിരോധമില്ല, സോറി കേട്ടോ എന്ന് പറഞ്ഞു. അവർ വൈഫിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാനും പറ്റില്ലേ. പിന്നെ അവർ അടുത്തൊരു സെൻറ്റൻസ് പറഞ്ഞു. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് വരുന്നില്ല. അടുത്തൊരു സെൻറ്റൻസ് പറഞ്ഞു, ഇവിടുത്തെ ഇന്ത്യൻ അംബാസഡർ മാറി പുതിയൊരു അംബാസഡർ വരുന്നത് മലയാളിയാണെന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം ആരാണ് മലയാളി? വെറുതെ കാഷ്വലായിട്ട് ഞാൻ ചോദിച്ചു. ഒരു BMC നായരാണ്. BMC നായരാണോ? അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം സിംഗപ്പൂരിലെ അസിസ്റ്റൻറ്റ് ഹൈക്കമ്മീഷണർ ആയിരുന്നപ്പോൾ എൻ്റെ ജ്വലനം നാടകം അവിടെ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിച്ചത്. അദ്ദേഹമാണ് വരുന്നത്. സാറ് പരിചയമുണ്ടോ? പിന്നെ ഞങ്ങൾ സാറ് വരുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. BMC നായർ അവിടെ ചാർജ് എടുത്തു. ഇവർ ചെന്നപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണം അംബാസഡർക്ക് പ്രസൻറ്റ് ചെയ്യാൻ. അദ്ദേഹത്തിൽ പറഞ്ഞു, CL ജോസിൻ്റെ മേഘധ്വനി നാടകം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ ചില നിയമ തടസ്സം. CL ജോസ് ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ ശരിയാക്കിക്കോളാം. അദ്ദേഹത്തിൻ്റെ വൈഫിനും വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ തടസ്സങ്ങളുള്ളതുകൊണ്ട് വേണ്ട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ കത്ത് വന്നു, വിസയുടെ കോപ്പി. അത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. CL ജോസ്
ആൻഡ് മിസ്സസ് ലിസി ജോസ്, സ്പോൺസേഡ് ബൈ BMC നായർ, അംബാസഡർ ഓഫ് ഇന്ത്യ. പിന്നെ നവതാര തിയേറ്റേഴ്സ് എന്നെ ക്ഷണിച്ചെങ്കിലും ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി മാറുന്നു. ഇതാരാ? മോളിലാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. അവിടെ 2 ആഴ്ച ഞാനും വൈഫും താമസിച്ചു. അവിടെ നാടകം ഗംഭീരമായി വിജയിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇതൊരു ഫെബ്രുവരി മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിൽ എനിക്ക് അമേരിക്കയിൽ നിന്നൊരു കത്ത്. അത് പൊട്ടിച്ചു വായിച്ചപ്പോൾ പകുതിയായപ്പോൾ എനിക്ക് വായന തുടരാൻ പറ്റാൻ കണ്ണെന്ന് പറഞ്ഞിട്ട് ഫൊക്കാന കൺവെൻഷൻ അമേരിക്കയിൽ നടക്കുന്നു. ഇൻ്റർനാഷണൽ കൺവെൻഷനാണ്. അതിൽ സാറ് നാടക സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കണം. ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസ പറയണം. സാറിൻ്റെ കൺസെൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ കത്തയക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞാൽ 35 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് മറുപടി അയക്കണം. അപ്പോൾ ഞാൻ വൈഫിനോട് പറയാതെ അവർക്ക് മറുപടി അയച്ചു. ഞാൻ എൻ്റെ കൂടെ വൈഫിനെ കൊണ്ടുവന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവുമോ? 30-35 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ട് ഇതിനിവിടെ ഇട്ടിട്ട് പോയി തോന്നണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് അയച്ചു. അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ മറുപടി വന്നപ്പോഴും പൊട്ടിക്കാൻ എനിക്ക് പേടിയുണ്ട്. താൻ ഭാര്യയും കുട്ടികളായിട്ട് വരുള്ളെങ്കിൽ തന്നെ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുമോ എന്ന് പേടി. നോക്കിയപ്പോൾ എനിക്ക് ടു ആൻഡ് ഫ്രോ ചെക്കാണ്. ആ ചെക്കിന് ഞാനും ഇവൾക്കുള്ള ടിക്കറ്റ് അങ്ങ് എടുത്തു. അവിടെ ചെന്നപ്പോൾ ഉള്ള അവസ്ഥ, എല്ലാ രംഗത്തും എന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവരുടെ പബ്ലിസിറ്റി. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ സംഘാടകരുടെ നേരത്തെ തന്നെ അവരുടെ പബ്ലിസിറ്റിയൊക്കെ തുടങ്ങി. സംഘാടകരുടെ കത്ത് വന്നു. സാറേ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. സാറ് ഇവിടെ വരുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഇൻ്റർനാഷണൽ കൺവെൻഷനായ കാരണം പബ്ലിസിറ്റിയിൽ അവിടെയുള്ള മലയാളി അസോസിയേഷൻ 10 സിറ്റികളിൽ താങ്കൾക്ക് സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങിയിട്ട് പോരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കത്തെഴുതിയത് 1 മാസക്കാലത്ത് ഡ്രസ്സോട് കൂടി വരണം, 5 ദിവസത്തെ സമ്മേളനം കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല എന്നുള്ളത്. കേരളത്തിൽ നിന്ന് EK നായനാർ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി PJ ജോസഫ്, മേഘാലയ ഗവർണർ MM ജേക്കബ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സാഹിത്യകാരന്മാരായിട്ട് കുഞ്ഞബ്ദുള്ള, മുകുന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, D വിനയേന്ദ്രൻ പ്ലസ് ഞാൻ, ഇങ്ങനെയുള്ള ആളുകളാണ്. ഇവരൊക്കെ ഞങ്ങൾ സിംഗിളായിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സാറ് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ. അപ്പം ഞാൻ ഇവിടെയും കൂടെ എൻ്റെ ആ ടിക്കറ്റ് എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആളുകളൊക്കെ മടങ്ങിപ്പോയി. ഞാനും എൻ്റെ വൈഫും എൻ്റെ പര്യടനം ആരംഭിച്ചു. 2 മാസക്കാലം കഴിഞ്ഞ് 12 സിറ്റികളിൽ സ്വീകരണം കഴിഞ്ഞിട്ടാണ്. ഇടയ്ക്ക് വെച്ച് അവർ മനസ്സിലാക്കി, ജോസ് സാറിൻ്റെ വൈഫിൻ്റെ പൈസ അദ്ദേഹം കയ്യിൽ നിന്ന് എടുത്തതാണ്, അദ്ദേഹത്തെ കൊണ്ടുവരാൻ നമുക്ക് ചിലവ് വന്നില്ലല്ലോ. വിത്തൗട്ട് മൈ നോളജ് അവർ CL ജോസ് ഫാൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ഫണ്ട് കളക്ട് ചെയ്തു. 12ാമത്തെ സിറ്റിയിലെ സ്വീകരണത്തിൻ്റെ തലേദിവസം ആ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വൈഫിന് ആവശ്യമായ സംഖ്യയേക്കാൾ കൂടുതൽ ഡോളർ നോട്ടുകളായി അവരെൻ്റെ മുമ്പിൽ വന്നു. സാറേ, ഇന്ത്യ കൊണ്ടുപോയിട്ട് മാറിയാൽ മതി. ഇതൊക്കെ ആരും നിർവഹിക്കുന്നത്. ഇതാണ് യേശു എനിക്ക് വേണ്ടി ചെയ്ത സേവനം എന്ന് പറഞ്ഞാൽ. ഒരു പൈസ ചിലവില്ലാതെ ഞാനും വൈഫും 2 മാസക്കാലം അവിടെ താമസിച്ചു. ഒരുപാട് സമ്മാനങ്ങളും കീർത്തിമുദ്രകളും ട്രോഫികളൊക്കെ ആയിട്ട് മടങ്ങി പോകുന്നു. ഞങ്ങളുടെ വിവാഹം 1959. ആദ്യ മധുവിധു യാത്ര 1996. 7ാം കടലിനക്കരയിലേക്ക്. ജീവിതത്തിലെ ഒരുമിച്ചുള്ള സുവർണ നിമിഷങ്ങളായിരുന്നു അത്. ദൈവം ഞങ്ങൾക്കായി അനുവദിച്ചു തന്ന നിമിഷം. മങ്ങിയ നിറമുള്ള ഞങ്ങളുടെ ജീവിതത്തിന് ഈ നിറഭേദങ്ങൾ ദൈവമൊരുക്കിയ വർണ്ണക്കാഴ്ചകളായിരുന്നു. മുപ്പത്തിയേഴ് വർഷത്തെ വിശ്വാസപൂർണമായ ദാമ്പത്യത്തിന് ദൈവം തന്ന വിവാഹ സമ്മാനം നന്ദിയോടെ ഇന്നും ഞങ്ങൾ ഓർക്കുന്നു.
ഒരു എയർപോർട്ടിൽ ഞങ്ങൾ നിൽക്കണ എല്ലാവരും സായിപ്പാരെ ഞാനിവിടെ മാത്രം മലയാളികൾ അവിടെ കണ്ടു. അപ്പോൾ ഏത് കഴയിൽ കൂടിയാണ് കിടക്കേണ്ടതെന്ന് തെറ്റിച്ച് കഴിയാൻ വേറെ രാജ്യത്തേക്ക് പോകും. അപ്പം നേരത്തെ തന്നെ നോക്കി വെച്ച് കൺഫേം ചെയ്ത് വിടാമെന്ന് നിൽക്കുക. അങ്ങനെ 1 മണിക്കൂർ മുമ്പ് തന്നെ ആ കവാടത്തിൻ്റെ മുമ്പിൽ നിന്ന് തുറന്നു വഴിക്ക് തന്നെ പ്ലെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. ആ നേരത്ത് പിന്നിൽ ഒരാൾ വന്നിട്ട് ഞാനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ യേശുദാസ്. ഭാര്യ പ്രഭ. അവർ ജർമ്മനിയിൽ നിന്ന് ഗാനമേള കഴിഞ്ഞ് വരിക. ദാസ് എവിടേക്ക് പോയിട്ടാ? ഞാൻ ജോസ് എങ്ങോട്ടാ? ഞാൻ പൊക്കാന കൺവെൻഷനിൽ. ഞാൻ അങ്ങോട്ട് തന്നെയാണ്. എൻ്റെ ഗാനമേള നാളെ വെച്ചിട്ടുണ്ട്. ആ നാളെ എൻ്റെ പ്രസംഗം. എൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ അവരുടെ ഗാനമേള. അപ്പോൾ ഇതൊക്കെ നിർവഹിക്കുന്നത്. അപ്പം അങ്ങനെ ആ പ്ലെയിൻ വരുന്നതിന് മുമ്പ് 1 മണിക്കൂർ നേരം ഞാനും ലിസിയും കാത്തു നിന്നു. അപ്പം ലിസി എന്നോടൊരു വാക്ക് ചോദിച്ചു. ഞങ്ങൾക്ക് അമേരിക്കയിലേക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 മാസക്കാലം വിട്ട് പിരിയാണ്ട് ജോസേനോടൊപ്പം ഒരു നിമിഷം പോലും വിട്ട് പിരിയാണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കി ഇതിനായിരുന്നല്ലോ ദൈവം അന്ന് പ്ലാനുകളൊക്കെ ചെയ്തിരുന്നത്. അന്ന് ഞാൻ മനസ്സിലാക്കി. അത് പറയും ജോസേനോട് പറഞ്ഞു, നമ്മുടെ ഈ സാധനത്തിനൊക്കെ ഉണ്ട് ഇത്ര കൊല്ലം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നില്ല എന്ന് ഞാൻ അന്ന് പറയുകയും ചെയ്തു. നമ്മൾ ആരാ? നമ്മളിവിടെ വരാൻ നമുക്ക് എന്താ അർഹത? ഇതെങ്ങനെ സംഭവിക്കണേ? ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണിത് വന്നത്. റിട്ടയർമെൻറ്റിന് മുമ്പാണെങ്കിൽ 2 മാസം ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ പെടുന്നവർ. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് SLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ റിസൾട്ടായി. അങ്ങനെയുള്ള വീട്ടിൽ വന്നിട്ട് എല്ലാ സഹോദരന്മാർക്കും അപ്പനും അമ്മയ്ക്കും വേണ്ടി ജീവിച്ചു. ഒരുപാട് ത്യാഗം ചെയ്തു. അതിനൊക്കെ ദൈവം, നിങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടു. സഹോദരികളെ കെട്ടിക്കാൻ, അനിയന്മാരെ പഠിപ്പിക്കാൻ എല്ലാ ഭാരങ്ങളും നിങ്ങളെടുത്തു. അതിനൊക്കെ ദൈവം ഇപ്പോൾ ഒരുക്കി തന്ന എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് അവൾ പറഞ്ഞത്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ഒരുപാട് പഠിച്ചു. സഹധർമ്മിണി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പാണ് എൻ്റെ വൈഫായിട്ട് വരുന്നത്. 9 മക്കളിൽ മൂത്തവൻ്റെ ഭാര്യയായിട്ട് SLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷ എഴുതിയിരിക്കുന്ന കാലത്താണ് അവൾ എൻ്റെ ഭാര്യയായിട്ട് വരുന്നത്. എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് SLC റിസൾട്ട് വന്നത്. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് എന്തായിരുന്നു നിൻ്റെ മനോഭാവം? അപ്പോൾ അവൾ എന്നെ നോക്കി. ചോദിച്ചു കേട്ടില്ലേ? ഞാൻ മറുപടിക്ക് വേണ്ടി കാത്തു നിന്നു. മറുപടിയായിട്ട് വന്നത് ഒരു നെടുവീർപ്പ്. എന്തേ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. 9 മക്കളിൽ മൂത്തവൻ്റെ ഭാര്യ, നിങ്ങളുടെ താഴെ 8 പേര്, എന്നേക്കാൾ പ്രായമുള്ള കെട്ടിക്കാത്ത നാത്തൂന്മാർ, എന്നേക്കാളും പ്രായമുള്ള അനിയന്മാർ, അപ്പൻ അമ്മ, വാടകപ്പര, കൊച്ചു കൊച്ചു മുറികൾ, ഒരു പട വീട്ടിൽ. ഇതാണ് അവളുടെ മനോഭാവം. സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ മനോഭാവം പേടിച്ചരണ്ട ഒരു പേടമാനെ പോലെ, ദിശയറിയാത്ത ആട്ടുംകുട്ടിയെ പോലെ പകച്ചു നിന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം, ആരോടും എങ്ങനെ പറയണം ഒന്നും അറിയില്ല. 17 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ അവൾ കയ്യിലെടുത്തു. സ്നേഹം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്, നല്ല സംസാരം കൊണ്ട്, നല്ല സഹകരണം കൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആളായി മാറി. എൻ്റെയാണ് ഭാര്യയെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെ ആളായി മാറി. ഒടുവിൽ വീട്ടിനകത്ത് സുപ്രധാനമായ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്ന് വരുമ്പോൾ അപ്പനും അമ്മയും ലിസിയോടും കൂടി ഒന്ന് ചോദിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഉള്ള മഹത്വം അവളുടെ ഭാഗത്ത് കണ്ടു. അന്ന് അവളോട് ചോദിക്കേണ്ട, അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നല്ല. അവൾ കുടുംബത്തിൻ്റെ മരുമകളല്ല, സ്വന്തം മകളാണെന്നും ഇവിടുന്ന് ഒരു വാക്കും പുറത്തേക്ക് പോവില്ല, നമ്മളെന്തും ചർച്ച ചെയ്യാവുന്ന, വിശ്വസിക്കാവുന്ന ആളാണ്. ആ ബോധ്യവും വിശ്വാസവും അവർക്കുണ്ടായി എന്നുള്ളതാണ്. അത് എൻ്റെ വൈഫിനെ സംബന്ധിച്ചൊരു ക്രെഡിറ്റായിട്ട് ഞാൻ കാണുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ, കെട്ടിച്ചു കൊടുത്തവരെ നോക്കാനും, ഇടയ്ക്കിടെ അവരെ കൊണ്ടുവന്ന് നോക്കാനും, സ്കൂൾ പൂട്ടുമ്പോൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ
എനിക്ക് എപ്പോഴും സാമ്പത്തിക ക്ലേശമാണെങ്കിലും ആ ബുദ്ധിമുട്ടിൽ കൂടി ആ സാധനം നമുക്ക് കടം മേടിച്ചാലും ഇത് എന്നും നടക്കില്ലല്ലോ, ഇത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് പിന്നെ പറ്റില്ലല്ലോ, കൊണ്ടുപോവാ അവർ എല്ലാവരും കൂടിയുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ 4 സഹോദരികളും ധ്യാനത്തിന് പോകണമെങ്കിൽ, ഒരു ടൂറ് പോകണമെങ്കിൽ ഇവള് വേണം അവർക്ക്. എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ചെയ്ത നന്ദി അവർക്കുള്ളതുകൊണ്ട് നാത്തൂൻ അവളെ എൻ്റെ സഹോദരികൾ ചേച്ചിയായിട്ട്, നാത്തൂനായിട്ട്, അമ്മയായിട്ട്, സുഹൃത്തായിട്ടൊക്കെ കാണുന്നത്. ആ രീതിയിൽ ഇടുക്കി ചേർന്ന് പെരുമാറ്റിയിരിക്കുക. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമല്ലേ, അങ്ങനെ ഒരാളെ തന്ന്. നേരെ മറിച്ച് ഈ ആൾ വന്നിട്ട്, അതേ 9 മക്കളുടെ മൂത്താൻ്റെ ഭാര്യയൊക്കെ ശരി, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ അപ്പനും അമ്മയ്ക്കും വീതം എന്തെങ്കിലും കൊടുത്താൽ മതി, നമുക്ക് വേറെ ഒറ്റയ്ക്ക് താമസിക്കും, എനിക്കും ചില ജീവിതങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട്, നമ്മളിവിടെ ഞങ്ങളിവിടെ കഷ്ടപ്പെടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ കുഴപ്പത്തിലാവും, എനിക്ക് ടെൻഷനാവും, എനിക്ക് നാടകം എഴുതാൻ പറ്റില്ല, പിന്നെ സംഘർഷമാവും വീടിൻ്റെ അകത്ത്. അതൊന്നും ഇല്ലാതെ ദൈവം കാത്തു, എന്നെ കാത്തു, അവളെയും കാത്തു. അപ്പോൾ ഒന്ന് എനിക്ക് പറയാനുള്ളൂ, നമ്മളിതെങ്ങനെ ജീവിക്കുന്നു എന്ന് കാണാൻ ഒരാൾ മുകളിലിരിക്കുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മുടെ. എൻ്റെ ദുഃഖവും ദാരിദ്ര്യമൊക്കെ വന്നപ്പോഴും, വിഷമങ്ങളൊക്കെ വന്നപ്പോഴും, പ്രശ്നങ്ങളൊക്കെ വന്നാലും, അക്ഷരാർത്ഥത്തിൽ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടായിട്ട് പോലും ദൈവത്തോട് പരാതിപ്പെട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല കാലം വരും. അപ്പനും അതാ പറഞ്ഞത്, അമ്മയും അതാ പറഞ്ഞത്. അത് ഞങ്ങൾ ജീവിച്ചു. അപ്പം നല്ല കാലം വന്നു. കുറേ കഷ്ടപ്പാട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും ഇവൻ്റെ ഫയലിൽ നിന്ന് എടുത്ത് നോക്കാമെന്ന്. നോക്കിക്കഴിഞ്ഞു, അപ്പോൾ പാസ്സാക്കി. ആ പോട്ടെ. ഇതാണ് എൻ്റെ ലൈഫിന്. സാഹിത്യ പ്രവർത്തനങ്ങളിൽ സാറിൻ്റെ കുടുംബാംഗങ്ങൾ, വിശേഷിച്ച് സഹധർമ്മിണി എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്, പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ കൊള്ളാം. അതെ, സഹധർമ്മിണിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാടകരചന വീടിൻ്റെ വരുമാനത്തിനും കുടുംബങ്ങളുടെ ക്ഷേമത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ആവശ്യമായി പൈസ ഉണ്ടാക്കേണ്ട വലിയൊരു സാധനമാണെന്ന് വൈഫ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി എഴുതേണ്ടതാണെന്നും ഏകാഗ്രത വേണമെന്നും നിശബ്ദത വേണമെന്നും വൈഫിനറിയാം. അപ്പോൾ കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് വേളം കൂട്ടുമ്പോൾ ഇവിടെയൊക്കെ അപ്പച്ചൻ നാടകം എത്തിക്കൊണ്ട് സമയത്ത് ഉണ്ടായിരിക്കേ എന്ന് പറഞ്ഞാൽ ഒതുക്കി അവരൊക്കെ എനിക്ക് നല്ല പശ്ചാത്തലം ഒരുക്കുക, അവരെ പാകപ്പെടുത്തി നിർത്തുക, എനിക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുക. അങ്ങനെ ഞാൻ എഴുതാനൊക്കെ ആയിട്ട് അവളൊപ്പം നിൽക്കണം. പിന്നെ നാടകം എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്റം, എൻ്റെ സഹോദരന്മാരൊക്കെ പരിസര പ്രദേശങ്ങളൊക്കെ കിട്ടിച്ചാണ്. അപ്പോൾ പറയും നാടകം എഴുതി കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കണം. അപ്പോൾ ചേട്ടൻ നാടകം എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വരും, എൻ്റെ സഹോദരികളും സഹോദരങ്ങളും. അപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് വരും. അതിൻ്റെ അർത്ഥം മിനി ഓഡിയൻസ് ഓഫ് കേരളയാണ്. പഠിക്കുന്നവർ, കെട്ടിച്ചവർ, പ്രായമായുള്ളവർ, പലവിധ വികാരങ്ങളുള്ള ആളുകളാണ്. അവർ നാടകം വായിക്കും, കേൾക്കും. ഇപ്പോൾ ചില ആൾക്ക് അതങ്ങനെ വേണോ, ഇതിങ്ങനെ വേണോ, അപ്പോൾ ചിലപ്പോൾ വൈഫും അതിൽ ചിലപ്പോൾ തെറ്റും. എൻ്റെ നല്ല ഡയലോഗ് ചിലപ്പോൾ അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയും. ഞാൻ എന്തോരം പാട് കഴിച്ചുണ്ടാക്കിയ ഡയലോഗാണ്, പക്ഷേ അത് അവൾ വേണ്ടാന്ന് പറയും. അപ്പോൾ എന്നാലും ഞാൻ ആലോചിക്കും അത് ഒഴിവാക്കണോ, ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഫസ്റ്റ് പ്രസൻറ്റേഷൻ കേരളത്തിലെ ഓഡിയൻസിന് മുമ്പിൽ പ്രസിദ്ധീകരിച്ച പോലെ. പിന്നെ അത് കഴിഞ്ഞാൽ നാടകം ഇവിടെ ഏതെങ്കിലും കലാസമിതി അല്ലെങ്കിൽ പള്ളിമുറ്റം അവതരിപ്പിച്ചിട്ടുണ്ടാവും. അവതരിപ്പിക്കുമ്പോൾ എഴുതിയതിലുള്ള പാകപ്പഴകളും മൊമെൻറ്റ്സ്, കഥാപാത്രങ്ങളുടെ വരവ് പോക്ക്, അവിടെ ലാഗ് ചെയ്യണമെങ്കിൽ അവിടെ ഓടി ഒതുക്കി ടൈറ്റാക്കിയിട്ട് പുസ്തകമാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യേണ്ടതില്ല. എല്ലാ ആളുകൾക്കും അത് ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റും. അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു. രചന, സംവിധാനം CL ജോസ്. CL ജോസിന്റെ മൂല്യവത്തായ മിക്ക നാടകരചനകളുടെയും അണിയറ കുടുംബം തന്നെയാണെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. രചയിതാവിൻ്റെ അഹം വെടിഞ്ഞ് ഓരോ പ്രേക്ഷകനെയും മാനിച്ചുകൊണ്ടുള്ള ഒരു രചനാശൈലി. അതിന് പരിപൂർണ പ്രോത്സാഹനമാണ് ഇവിടെ കുടുംബാംഗങ്ങൾ ഇദ്ദേഹത്തിന് നൽകുന്നത്. അത് കരുത്തുറ്റതും ജീവഗന്ധിയുമായ പല രചനയിലേക്കും ഇദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നു.
ഏറെക്കുറെ രചന പൂർത്തിയാകുന്നതോടെ അതിലെ കഥാപാത്രങ്ങളിലൂടെയുള്ള സൂക്ഷ്മമായ പ്രയാണം ആരംഭിക്കുകയായി. അത് ചർച്ചകളും സംവാദങ്ങളും വിശദീകരണങ്ങളിലൂടെയുമൊക്കെ നീങ്ങുന്നതോടെ ആ രചനയ്ക്ക് പൂർണ്ണത കൈവരുന്നു. കുടുംബാംഗങ്ങളുടെ സഹകരണ മനോഭാവം വളർത്തുന്നു. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചും പ്രോത്സാഹനം വാങ്ങിയും ഈ 82കാരൻ മുഴുകുന്നു അടുത്ത രംഗപടത്തിലേക്ക്. കുടുംബ സദസ്സാണ് ആദ്യത്തെ ആസ്വാദക സംഘം. അത് എനിക്ക് അനുഭവത്തിൽ നിന്ന് വന്നിട്ടുള്ള അനുഭവം. അവരൊക്കെ എൻ്റെ നാടകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നാടകം അവതരിപ്പിക്കുന്നത് കാണാൻ വരാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ ഞാൻ എല്ലാ കഥാപാത്രങ്ങളിലെ വികാര ഭംഗിയോട് കൂടിയിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ അവർ ഫീൽ ചെയ്യാം, ഗൗരവമാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് എൻ്റെ ഹൃദയം. മറ്റാരും ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ ഒരു വഴി, ആ വഴി അനുസരിച്ച് ഞാൻ നീങ്ങുന്നു. അത്രയേ ഉള്ളൂ.